തൃശ്ശൂരിൽ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നൊരു വാർത്ത വരികയാണ്. വെങ്ങിണിശ്ശേരി ശിവപുരം സ്വദേശിയായ മനുവാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ്. MS ലിഷോ ചേരുന്നു. ലിഷോ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതായത് ഈ കൊല്ലപ്പെട്ട മനുവും അതിനോടൊപ്പം തന്നെ മറ്റ് 3 പേരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. അതായത് ഇന്നലെ ഈ വൈകുന്നേരം ഈ കൊല്ലപ്പെട്ട മനു അതിനോടൊപ്പം തന്നെ 3 പേരും തമ്മിൽ വെങ്ങിണിശ്ശേരി സ്വദേശികൾ തന്നെയായ മണികണ്ഠൻ, പ്രണവ് എന്നിവർ, ആഷിഖ് എന്നീ 3 പേരും തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ പിരിയുകയും പിന്നീട് ഈ കോടന്നൂർ ഭാഗത്തേക്ക് കൊല്ലപ്പെട്ട മനു ബൈക്ക് കൊടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഈ ബൈക്ക് നൽകുന്നതിന് വേണ്ടി എത്തിയ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന മറ്റ് 3 പേരും ചേർന്ന് ഈ മനുവിനെ ആക്രമിച്ച് ഇവിടെ ഇട്ടാണ് ഈ നടുറോഡിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇവിടെ വെച്ച് തന്നെ ഈ തലയ്ക്ക് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ തലയ്ക്ക് അടിയേറ്റ ഉടനെ തന്നെ ഈ മനുവിൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാനായി കഴിഞ്ഞിരുന്നില്ല. അതിനിടെ തന്നെയാണ് ഇവിടെ വെച്ച് തന്നെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ സംഭവത്തിൽ ഈ പ്രതികളെന്ന് പോലീസ് കരുതുന്നത് 3 പേരെയാണ്. വെങ്ങിണിശ്ശേരി സ്വദേശിയായ മണികണ്ഠൻ, കൂടാതെ പ്രണവ്, ആഷിഖ് എന്നീ 3 പേരെയാണ്. ഈ മണികണ്ഠൻ നേരത്തെ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. ഇയാൾക്കെതിരെ കാപ്പ കുറ്റം ചുമത്തി ഇയാളെ നാട് കടത്തിയതുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ മറ്റൊരു കൊലപാതകത്തിന് മണികണ്ഠൻ മുതിർന്നിരിക്കുന്നത്. എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചേർപ്പ് പോലീസാണ് നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഇരിങ്ങാലക്കുട DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിലവിൽ മൃതദേഹം റോഡരികിൽ തന്നെയാണ് ഉള്ളത്. ഇനി അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ ആരംഭിക്കും. ലിഷോ, ഈ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് കേട്ടിടത്തോളം സ്ഥിതിക്ക് ഈ വാക്ക് തർക്കം ഉണ്ടായെന്ന് പറയുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ആശയ തർക്കങ്ങളാണോ, അതോ ഇതിനെന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങളുണ്ടോ? എന്തിനെ ചൊല്ലിയായിരുന്നു ഈ ഒരു തർക്കം? അതായത് ഇവർ ഈ പരിസരത്തുള്ള ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. അത് ഇവർ തമ്മിലുള്ള മറ്റ് ചില പ്രശ്നങ്ങളാണ്. അതായത് ഇതിൽ മറ്റ് ആശയപരമായ തർക്കങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഇവർ തമ്മിൽ നേരത്തെ ബാറിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് പല ഇടങ്ങളിലും വെച്ചും തർക്കമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്തിന് ശേഷം പിന്നീട് ഈ മൃതദേഹം ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. ചേർപ്പ് പോലീസ് നിലവിൽ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 പേരെയാണ് ഈ സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്നത്. ശരി ലിഷോ, എന്താണ്